ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ വെച്ചാൽ അതിനുള്ള സാധനങ്ങളാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കൻ, സവാള, തക്കാളി. അതിന് വേണ്ട സാധനങ്ങളാണത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയതിന് ശേഷം സവാള 4 സവാളയാണ് എടുത്തത്. അത് ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അതും ഒന്ന് കുക്കറിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റുക. ചിക്കനിലേക്ക് 1 സ്പൂൺ മല്ലി, ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക്, മഞ്ഞൾ, ഉപ്പ് എന്നിവ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് നമുക്ക് കുഴച്ച് വയ്ക്കണം. ചിക്കൻ ചെറിയ പീസാക്കി വെച്ചതാണ്. അത് ഉപ്പും മഞ്ഞളും ഇട്ട് ആദ്യം കുഴച്ച് വെച്ചാണ്. അതിന് ശേഷമാണ് ഞാൻ മല്ലിയും കുരുമുളക് പൊടിയും കുറച്ച് ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് അത് കുഴച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ വേണം. അതിന് ഞാൻ ഒരു തേങ്ങ എടുത്തത്, ഒരു അത്യാവശ്യം വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരവി വെച്ച് ഇനി അതിൻ്റെ നമുക്ക് പാലെടുക്കണം. ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൽ സവാള വഴറ്റി പാകമായിട്ടുണ്ട്. നല്ലോണം വഴറ്റി വെച്ചതാണ്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിൽ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് തക്കാളീൻ്റെ സോസ് ഒഴിച്ച് കൊടുത്ത് 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ വേവിച്ചെടുക്കാം. ആദ്യം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിച്ചതാണ്. അതിന് ശേഷമാണ് തക്കാളി സോസ് ഒഴിച്ചെടുത്ത് എന്നിട്ട് അതൊന്ന് വേവാൻ വെച്ച് കുക്കറിൽ അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മൾ തേങ്ങൻ്റെ പാലെടുത്ത് വെച്ച് അത് വെന്തതിന് അതിന് ശേഷം ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ട്. ഒന്നാം പാലൊഴിച്ച് അത് ഒന്ന് നല്ലോണം നമുക്ക് വേവിക്കണം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ആ രണ്ടാം പാലിൽ കിടന്നിട്ട് ചിക്കനൊന്ന് വേവണം. രണ്ടാം പാലിൽ ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ടുണ്ട്. രണ്ടാം പാലിൽ ഒന്ന് വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, കുരുമുളക് പൊടി, അതിന് 2.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തത്. ആ സ്പൂണിന് ആ കുരുമുളകിൻ്റെ പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഞാൻ കുഴച്ച് വെച്ചതാണ്. ഇപ്പോൾ 2.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വെന്ത ചിക്കനിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്നും പാടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകാവണം. വല്ലാതെ വെള്ളം വേണ്ട. അപ്പോൾ ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കി അതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി, കുരുമുളക് പൊടിയെല്ലാം ഇട്ടത്, അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി. നമുക്കതിൽ എന്താ മല്ലിച്ചപ്പും കറിവേപ്പിലയും. മല്ലിച്ചപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ മല്ലിച്ചപ്പ് ഒന്ന് തിളച്ചോട്ടെ വെച്ചിട്ട് അതിൻ്റെ ചൊയ വരണം. അപ്പം മല്ലിച്ചപ്പ് അതിലിട്ട് അതൊന്ന് ചൂടാവട്ടെ. മല്ലിച്ചപ്പ് അതിൽ കിടന്ന ഇലയൊക്കെ ഒന്ന് വാടിക്കോട്ടെ. അതിനുശേഷം ഞാൻ തമ്പാൽ, അതായത് തേങ്ങേൻ്റെ ഒന്നാം പാൽ എടുത്ത് വെച്ചതുണ്ട്. മല്ലിച്ചപ്പൊക്കെ അതിൽ കിടന്നൊന്ന് പാകമായിട്ടുണ്ട്. ഇപ്പം അധികം വെള്ളമൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ, വല്ലാതെ അധികം വെള്ളം വേണ്ട. അപ്പം അവസാനം തേങ്ങേൻ്റെ തമ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ തമ്പാൽ ഒഴിച്ച് ഇത്തിരി ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഇട്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ, നല്ല തിളച്ചാൽ മതി, അധികം തിളയ്ക്കേണ്ട. തേങ്ങൻ്റെ തമ്പാൽ ഒഴിച്ചതാണ്. നല്ല ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് നമ്മളെ പെപ്പർ ചിക്കൻ നല്ലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ